തെലങ്കാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലേക്കുള്ള എംഎൽഎമാരുടെ വരവ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബിആർഎസിൽ നിന്നും 10ാമത്തെ എംഎൽഎയാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നത്. ബിആർഎസിൻ്റെ എംഎൽഎ ആയ മഹിപാൽ റെഡ്ഡി ഇന്നലെയാണ് കോൺഗ്രസിൽ ചേർന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സഹീറാബാദ് മണ്ഡലത്തിൽ നിന്നും ബിആർഎസ് ടിക്കറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഗാലി അനിൽകുമാറും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടും മുമ്പ് ബിആർഎസ് എന്ന പാർട്ടി വിട്ട കൃഷ്ണയും ഒരുമിച്ചാണ് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയത്. ഇതിപ്പോൾ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയതെന്ന് പറയുന്ന കാരണം ഇവരെല്ലാം മുൻ കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇവരെല്ലാം തെലങ്കാന രാഷ്ട്ര സമിതിയിലേക്ക് കൂറുമാറിപ്പോയതാണ്. പഴയ തെലങ്കാന രാഷ്ട്ര സമിതി, ഇപ്പോഴത്തെ ബിആർഎസ് ഭാരത രാഷ്ട്ര സമിതി എന്ന് പറയുന്ന പുതിയ പാർട്ടി രൂപീകരിച്ചത്, അതിലേക്ക് പണ്ട് കൂറുമാറിപ്പോയവരാണ് ഇവർ. ഈ ഭൂരിപക്ഷം വരുന്ന എംഎൽഎമാരും കോൺഗ്രസിൻ്റെ എംഎൽഎമാരൊക്കെ അങ്ങോട്ട് മറുകണ്ഠം ചാടിപ്പോയവർ തന്നെയാണ്. അവരെല്ലാം ഇപ്പോൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആ പണ്ട് പോയവരെല്ലാം ഇപ്പോൾ തിരിച്ചു വരികയാണ്. ഇപ്പോഴത്തെ ഭരണകക്ഷിയായ കോൺഗ്രസ് ബിആർഎസിനോട് പകരം വീട്ടുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ബിആർഎസിൽ നിന്നും ഇപ്പോൾ ഇനിയും ഒരു 10ഓളം എംഎൽഎമാർ വരാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. നിയമസഭയിൽ ബിആർഎസിനുള്ള എംഎൽഎമാരുടെ എണ്ണം എന്ന് പറയുന്നത് 38ആയിരുന്നു. 39 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഒരു ബൈ ഇലക്ഷനിൽ ബിആർഎസ് പരാജയപ്പെട്ടിട്ട് കോൺഗ്രസ് വിജയിച്ചു. 39-ന് 38ആയി കുറഞ്ഞു. ഇപ്പോഴുള്ളത് 38-ൽ നിന്നും വീണ്ടും 10 കുറഞ്ഞു. 10 കുറഞ്ഞപ്പോൾ ബാക്കി 28 എംഎൽഎമാരായി കുറഞ്ഞിട്ടുണ്ട് ബിആർഎസിന്. കോൺഗ്രസ് ആവട്ടെ 64 സീറ്റിലേക്കാണ് വിജയിച്ചത്. ഒരു സീറ്റ് ബൈ ഇലക്ഷനിൽ നേടുകയും ബിആർഎസിൻ്റെ 10 എംഎൽഎമാർ കോൺഗ്രസിലേക്ക് ചേരുകയും ചെയ്തപ്പോൾ കോൺഗ്രസിൻ്റെ അംഗബലം 75ആയി. ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രാജ്യസഭാ എംപിയും അതേപോലെ തന്നെ 6 എംഎൽസിമാരും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു. ബിആർഎസ് വിട്ട് കോൺഗ്രസിലേക്ക് വന്നിരുന്നു. ഈ പോക്ക് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ബിആർഎസ് എന്ന പാർട്ടി തന്നെ ഇല്ലാതാകും. മകളിപ്പോൾ ജയിലിലാണ്, അഴിമതി കേസിൽ ജയിലിലാണ്.